ഹലോ എവ്രി വൺ, ഇന്ന് ഒരു നല്ല ഇലയട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നമ്മൾ കേരളത്തിൻ്റെ ഒരു തനതായ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഇലയട. ബ്രേക്ക്ഫാസ്റ്റ് തന്നെയല്ല, വേണമെങ്കിൽ 4 മണി പലഹാരമായിട്ടും നമുക്ക് ഇലയട ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചിപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒറിജിനൽ ടേസ്റ്റേ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു നല്ല തിന്നായിട്ടുള്ള അപ്പവും അതിൻ്റെ ഫില്ലിങ്ങും മധുരമൊക്കെ വേണ്ട രീതിയിലുള്ള ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റിലെ ഒരു നല്ല ഇലയട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിനകത്ത് ശർക്കരയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഡയബറ്റീസ് പേഷ്യൻസിനും ഒക്കെ കഴിക്കാവുന്ന പോലത്തെ ഒരു റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ഇലയട. ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഇലയട ആർക്കും ഉണ്ടാക്കിയെടുക്കാം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇലയട ഉണ്ടാക്കാൻ നമ്മൾ 1 കപ്പ് വറുത്ത അരിപ്പൊടി, അതേ അളവിൽ തന്നെ പൊടിച്ച ശർക്കര, 2 കപ്പ് ശർക്കരയുടെ ഇരട്ടി തേങ്ങ ചിരകിയത്, ഒരു 5-6 ഏലയ്ക്ക, 1 ടീസ്പൂൺ ജീരകം, ഇത്ര എടുത്തിട്ടുണ്ട്. ഏലക്കയും ജീരകവും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഒന്നുകിൽ ഈ ശർക്കര പൊടി വെച്ച് പൊടിക്കാം, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾക്ക് വാഴയുടെ ഇല കീറിക്കൊണ്ട് വരണം. ഇലയടയ്ക്ക് എന്ത് വലിപ്പം വേണോ അതനുസരിച്ച് നമുക്ക് വാഴ ഇല കീറി വയ്ക്കുക. അത് നന്നായിട്ട് കഴുകി തുടച്ച് വാട്ടിയെടുക്കണം. ആദ്യം നമുക്ക് മാവൊന്ന് കുഴച്ച് വയ്ക്കാം. അതിന് വേണ്ടി 2 കപ്പ്, നമ്മൾ 1 കപ്പ് പൊടിയാണെങ്കിൽ 2 കപ്പ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും ചേർത്ത് അതിലേക്ക് പൊടി ചേർത്ത് തിളയ്ക്കുമ്പോൾ തന്നെ അതിലേക്ക് പൊടി ചേർത്ത് നന്നായിട്ട് ഒരു തവി കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പം നല്ല ചൂടാണ്. 1 കപ്പിന് 2 ഗ്ലാസ് വെള്ളമാകുമ്പം കറക്റ്റ് എമൗണ്ട് ആയിരിക്കും വെള്ളം. ഇനി ഇതൊന്ന് ചൂട് മാറിയിട്ട് വേണം നമുക്കത് കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്കാം, അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇല വാട്ടിയെടുക്കുകയും ഫില്ലിംഗ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഇല വാട്ടാതെ നമുക്ക് ചെയ്യാം, എന്നാൽ അതല്ല ഇലയെല്ലാം പൊട്ടി പോവും. വാട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടത് പൊതിയാനായിട്ട് പറ്റും. ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പം അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. പിന്നെ 2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. തേങ്ങ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കുക, 1 കപ്പ്. നമുക്ക് ഈ ശർക്കര പൊടിയുടെ പ്ലേസിൽ ശർക്കര പാനിയും ചേർക്കാം. അപ്പോൾ അതിനകത്ത് കുറേ വെള്ളം വരും. ആ വെള്ളം വറ്റുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കേണ്ടി വരും. ശർക്കര പൊടിയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടെ ചേർക്കണം. പിന്നെയും നന്നായിട്ടൊന്ന് വഴറ്റി വെള്ളമൊക്കെ വറ്റിച്ച് ഫില്ലിങ് മാറ്റി വെക്കുക. അതിൻ്റെയും ചൂടൊന്ന് പോട്ടെ. അപ്പം നമ്മുടെ വാട്ടി വെച്ച വാഴയിലേക്കൊന്ന് തുടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ മാവിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. എത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കുഴയ്ക്കാൻ പറ്റുന്നോ അത്രയും നല്ല രീതിയിൽ നമുക്ക് ഇലയട പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ഡൗ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാട്ടിയ ഇല എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള മാവെടുത്ത് വയ്ക്കാം. പിന്നെ എത്ര തിന്നായിട്ട് നമുക്കത് പരത്താൻ പറ്റുമോ അത് കൈകൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നോർമൽ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ സമയമെടുത്ത് നല്ല രീതിയിൽ അത് തിന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. തിക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുകയില്ല. ആവശ്യത്തിന് തേങ്ങയുടെ ഫില്ലിങ്ങും കൂടെ വെച്ച് ആ ഫില്ലിങ്ങും കൂടി ഒന്ന് പരത്തി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇല മടക്കി സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് വാഴയിലയുടെ കോണൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം.
ഇങ്ങനെ ഇതുപോലെ. അപ്പോൾ നമ്മുടെ ഒരു അട റെഡി ആയിട്ടുണ്ട്. ബാക്കി അടകൾ കൂടെ ഇങ്ങനെ ഉണ്ടാക്കാം. ഒരു കപ്പിൽ നിന്ന് നമുക്ക് 10 ഇലയട ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് സ്റ്റീം ചെയ്യണം. അതിന് വേണ്ടി ഒരു സ്റ്റീമർ വെച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ ഓരോ അടയും ഇങ്ങനെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് കുത്തിച്ചാരി വെക്കുക. ഫ്ലാറ്റ് ആയിട്ട് ഇടുന്നതിലും നല്ലത് ഇങ്ങനെ ചാരി ചാരി വെക്കുന്നതാണ്. അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്യണം. എന്നെങ്കിലേ ഇലയട നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ സ്റ്റീം ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊരു അൺഫെയിലിംഗ് റെസിപ്പിയാണ്, തെറ്റിപ്പോകത്തില്ല. എന്തായാലും റെഡി ആയിരിക്കും. നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അകത്തിരിക്കുന്ന ഫില്ലിങ് വരെ കാണാം. അത്ര തിന്നാണ് ഈ മാവിൻ്റെ അട ഉണ്ടായിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് തണുത്തിട്ട് നമുക്ക് തുറക്കുന്നതായിരിക്കും നല്ലത്. ചൂടോടെ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇലയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് മധുരവും നല്ല തിന്നായിട്ടുള്ള അടയുമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഇലയട റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. ഉടൻ തന്നെ വേറെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും ക്ഷേമമായും ഇരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. May God bless you all. With love, Merin Teacher.